ആയിരക്കണക്കിന് ബിഗ് ഗിയറിൻ്റെ കുഞ്ഞുങ്ങൾ. അയ്യോ, മൊത്തം മെയിലാണ് മിക്കതും. അയ്യോ, ഒന്നോ രണ്ടോ ഫീമെയിലിൻ്റെ കുഞ്ഞുങ്ങളെ ഉള്ളൂ. അയ്യോ, ഈ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ മെയിൽ. ഇതോളം കുളം കാണാൻ തന്നെ രസമാണ്. ഇത് വലുതായി വരുമ്പോൾ പൊളിയായിരിക്കും മിക്കവാറും. ഇതോളം കൊടുക്കാൻ പരുവമായിട്ടില്ല. ഇനി 2 മാസം കൂടെ എടുക്കും കംപ്ലീറ്റ് ഒരു കളറും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ. അതുകൊണ്ട് സോട്ടയിൽ ഏകദേശം വലുതായി. ഇനി 1 മാസം കൂടെ മതി കംപ്ലീറ്റ് സൈസാകാൻ. സോട്ടയിൽ അത് കഴിഞ്ഞാൽ 40 രൂപയ്ക്ക് കൊടുക്കാനുണ്ട്. എന്താണേലും അതുകൊണ്ട് എല്ലാം വന്നിട്ടുണ്ട്. ഇനി തീറ്റയ്ക്ക് വേണ്ടിയാണ്. ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ചെറുതിനെല്ലാം ഇയറായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊക്കെ പ്ലാറ്റിനം കളർ ചെറുതായിട്ട് ഫില്ലായി വരുന്നുണ്ട് ചെറുതായിട്ട്. ഇതാണ് പുതിയ ഫുഡും കാര്യങ്ങളൊക്കെ ഇനിയും വാങ്ങിക്കണം. ഇനിയും പുതിയതായിട്ട് വാങ്ങിക്കാൻ പോകുന്നത് കോയി ബിഗ് ഗിയറിനെയാണ്. കോയി ബിഗ് ഗിയർ അതിനെ വാങ്ങിക്കണം. പിന്നെ റിബൺ ടൈപ്പ് എന്തെങ്കിലും വെറൈറ്റി എടുക്കണം. എന്തോളം ഞാൻ പുതിയതായിട്ട് കൾച്ചർ ചെയ്തെടുത്ത ഗപ്പിയാണ് ഇതിൻ്റെ ഈ കാണുന്നത്. എന്തോളം വെറൈറ്റിയാണ്. അടിപൊളി സാധനം. ഇയറൊക്കെ ആയി വരുന്നേ ഉള്ളൂ. വലുതായി കഴിയുമ്പോൾ അടിപൊളിയാണ്. ബിഗ് ഗിയറും പ്ലാറ്റിനം ഗ്രീൻ ഗപ്പിയുമായിട്ടും ക്രോസ് ചെയ്യിപ്പിച്ചെടുത്താണ്. എന്തോളം അടിപൊളിയാണ്. ഒറ്റ പേരേ ഉള്ളൂ. ഇത് വലുതായി കഴിയുമ്പോൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എന്തായാലും കൊടുക്കാറാകുമ്പോൾ ഞാൻ പറയാം വീഡിയോയിൽ തന്നെ. പിന്നെ വേറെ ഒരു ഗപ്പിയും കൂടെ ഉണ്ട്. അതും ഒരു വേറെ ഉള്ളൂ. അതിനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. എന്താണ് ഇതിനെ വിടട്ടെ. ആ പടം ഒരെണ്ണേ ഉള്ളൂ. എന്താണ് വലുതായി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഇപ്പം തന്നെ നല്ല രസമുണ്ട്. വീഡിയോയിൽ ഇപ്പോൾ അത്രയും നേരിട്ട് കാണുമ്പോഴായിരിക്കും അത്രയും ലുക്ക് തോന്നുന്നത്. എന്താണ് അടിപൊളിയാണ്. സൈസായി വരുന്നേ ഉള്ളൂ. 1 മാസം ആയാറായി വരുന്നേ ഉള്ളൂ. എന്താണ് കുറച്ചുകൂടെ സൈസാണ് കളറും കാര്യങ്ങളൊക്കെ ആകണമെങ്കിൽ. എന്താണ് വെറൈറ്റി സാധനമാണ്. ഞാൻ വിട്ടിട്ടുണ്ട്. എന്താണ് കുറേ ബിഗ് ഗിയർ കുറേ ഉണ്ട്. അയ്യോ, സോട്ടയിൽ ഈ പ്രാവശ്യം കൂടുതലായിട്ടുണ്ട്. മെയിലാണെന്ന് തോന്നുന്നു കൂടുതൽ ഈ പ്രാവശ്യം ഉള്ളത്. പിന്നെ പ്ലാറ്റി ഉണ്ട്. പ്ലാറ്റി ഈ പ്രാവശ്യം കുറവാണ്. മിക്കതിനെ ഷോപ്പുകളിലും കൊടുത്ത് പിന്നെ എല്ലാവർക്കും ആൾക്കാർ വന്ന് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ടും പോവുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് പ്ലാറ്റിയുടെ എണ്ണം തൽക്കാലത്തേന് കുറച്ചിട്ടുണ്ട്. സോട്ടയിലിൻ്റെ എണ്ണം കൂട്ടാനുള്ള പ്ലാനാണ്. കാരണം സോട്ടയിൽ ഓരോ മാസം വെച്ചേ ബ്രീഡാകത്തുള്ളൂ. പ്ലാറ്റിയൊക്കെ എല്ലാ ആഴ്ചയിലും ബ്രീഡാകും. അതാണ് പ്ലാറ്റിയും സോട്ടയിലും തമ്മിലുള്ള വ്യത്യാസം. ഇമ്മ്യൂണിറ്റി നോക്കുവാണെങ്കിൽ സോട്ടയിലിനാണ് കൂടുതൽ. ഇതാണ് പ്ലാന്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വേറെ കുറേ കാർപ്പിനെ വാങ്ങിക്കാനുള്ള പ്ലാനാണ്. കാർപ്പിനെയും ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി വാങ്ങിക്കാനാണ്. സത്യം പറഞ്ഞാൽ കാർപ്പിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റൊക്കെ ഇളക്കി മറിക്കും മൊത്തം. ഈ എന്തോളം കാണാണ്ട് എല്ലാം വരുന്നത് തീറ്റയ്ക്ക്. അയ്യോ, തീറ്റ കൊടുക്കണമില്ല. അയ്യോ, ഒരു സൈസുള്ള ബിഗ് ഗിയർ. അയ്യോ, ഞാൻ ആദ്യം ഓർത്ത് അത് ഫീമെയിലാണെന്നാണ് വലുതായി വരുന്നപ്പോൾ വണ്ണമൊക്കെ കണ്ടപ്പോൾ. പിന്നെ അത് വലിയൊരു സൈസുള്ള മെയിലാണെന്ന് മനസ്സിലായി. അയ്യോ, കണ്ടു കഴിഞ്ഞാൽ ആ വണ്ണമൊക്കെ കാണുമ്പോൾ ഓർക്കും ഫീമെയിലാണ്. പിന്നെ മെയിലായി വന്നിട്ടുണ്ട്. കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ? അയ്യോ, എന്തോളം കുറേ ഉണ്ട്. ഈ പ്രാവശ്യം കൂടുതലായിട്ടും ബൾക്കായിട്ട് അങ്ങ് ബ്രീഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി പുതിയ ടാങ്ക് ഉണ്ടാക്കാൻ പോകണം. ടാർപ്പാളി വാങ്ങിക്കണം. ടാർപ്പാളി വാങ്ങിച്ചിട്ട് വലിയൊരു പോണ്ടുണ്ട്. അത് ചെറിയ ലീക്കുണ്ട്. അതിനെ മാറ്റിക്കൊണ്ട് പുതിയ ടാർപ്പാളി വിരിച്ചിട്ട് നല്ല രീതിയിൽ ജൈൻറ്റ് ഗബ്രാമി ഉണ്ട്. അതിനെയും കൂടെ കൊടുത്തിട്ട് പുതിയ ഗപ്പി ഏതെങ്കിലും നല്ല ബ്രീഡിനെ വാങ്ങിക്കാനുള്ള പ്ലാനാണ്. വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും. അതുകൊണ്ട് കുറേ ബിഗ് ഗിയർ ഉണ്ട് ഈ പ്രാവശ്യം മെയിൽ. ഇത് പിന്നെ എല്ലാം കൊടുക്കാറാകുമ്പോൾ പറയാം. ഈ പ്രാവശ്യം കൂടുതലും മെയിലാണ്. ഫീമെയിൽ 1-2 എണ്ണമൊക്കെ ഉള്ളൂ. ഇതാണ് തീരെ ചെറുതാണ് ഫീമെയിലൊക്കെ. മെയിലാണ് ഏറ്റവും കൂടുതലായിട്ടും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വലുതായി വരുന്നത്. എന്താണ് ഈ പുതിയതായിട്ട് വാങ്ങിച്ച ഗപ്പി വിറ്റ എന്ന് പറഞ്ഞ് തീറ്റ തീരുമ്പോഴത്തേനും ഇതെല്ലാം വലുതാവും. ഏകദേശം ഒരു ടിന്ന് തീരാറായിട്ടുണ്ട്. ആമ്പലും കാര്യങ്ങളൊക്കെ കിളിച്ചിട്ടുണ്ട്. അയ്യോ, നിറച്ചും ബിഗ് ഗിയർ. ഇത് പണ്ട് വളർത്തിയ ഹൈബ്രിഡ് ഗപ്പിയാണ്. ഇതിൻ്റെ പേര് മെറ്റൽ റെഡ് ഡ്രാഗൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പഴയ വെറൈറ്റിയാണ്. പക്ഷേ അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ്. നല്ല രസം. വലുതായി കഴിയുമ്പോഴാണ് കാണാൻ രസം. മെറ്റൽ റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ സാധനം. അതായത് റെഡ് വാല ഇങ്ങനെ ഡാർക്ക് കളറിൽ വരും. എന്നിട്ട് മെറ്റൽ ഡിസൈനും കൂടെ വരും സൈഡിൽ. ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. അക്യൂറത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വമ്പൻ ലുക്കാണ്. എന്തായാലും ഇത് കുഞ്ഞാണ്. ഇതിൻ്റെ ഒരു പെയർ കൊടുക്കാനുണ്ട്. എന്താണ് ഇത് വലുതായി കഴിയുമ്പോൾ അറിയിക്കാം കൊടുക്കാറാകുമ്പോൾ. ഇപ്പോൾ തീരെ ചെറുതാണ്. 1 മാസം ആയില്ല, ആകാറായി വരുന്നു. അപ്പം ഇതൊരു മെയിലും ഫീമെയിലും ഒരു പെയറുണ്ട്. എന്താ അടിപൊളിയാണ്. അതിനെ ഇതിനകത്തിടുവാണ്. ഇടാൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് തൽക്കാലം ഒരുമിച്ചിട്ടേക്കുന്നത്. അല്ല ഞാൻ മാറ്റി മാറ്റി എല്ലാത്തിനും ഇട്ടേന്. എന്താണ് ബിഗ് ഗിയറിൻ്റെ കൂടെ ഇയർ ഉള്ളതിനെ എല്ലാം ഒരുമിച്ചിടാനുള്ള പ്ലാനാണ്. അതായത് സാധാ കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ചിടും ഇയർ ഉള്ളതിനെല്ലാം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നിറച്ചുണ്ട് ഇതിനകത്ത്. ഈ പ്ലാറ്റിയും ഉണ്ട്, ഇത് ഗപ്പിയുണ്ട്, പിന്നെ ഏഞ്ചലെല്ലാം ചെറുതായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. 2-3 കുഞ്ഞുങ്ങളൊക്കെ തിന്നുന്നുണ്ട്. പക്ഷേ വലിയ കുഴപ്പമില്ല. ഓവറായിട്ട് ഓടിയാണെന്ന് തിന്നുന്നില്ല. പ്ലാന്റ് ഉള്ളത് കൊണ്ട് ഒളിച്ചിരിക്കുന്നുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഏഞ്ചലിനെല്ലാം 2 നേരം ആണ് ഫുഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ചെറിയ ഗപ്പികളൊന്നും പിടിച്ച് തിന്നത്തില്ല. ഇനി എല്ലാത്തിനും തീറ്റ കൊടുക്കട്ടെ. അയ്യോ, ഇത്ര നേരമായിട്ടെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഗപ്പി വിറ്റയാണ് കൊടുക്കുന്നത്. അടിപൊളി ഫുഡാണ് ഇത്. എല്ലായിടത്തോട്ടും സ്പ്രെഡാകും.
അയ്യോ ഇത്ര എണ്ണത്തിന് ഇത് വേസ്റ്റ് ആകത്തില്ല. ഇത് പിന്നെ തിന്നാതെ കിടന്നാലൊന്നും ഫംഗലോ ഒന്നും പിടിക്കത്തില്ല. ഈ തീറ്റയ്ക്ക് അങ്ങനെയാണ്. മറ്റേ സാധാ ലോക്കൽ തീറ്റ ആണെങ്കിൽ അന്നേരം ഫംഗലും പിടിച്ച് ബാക്കിയുള്ളതെല്ലാം ചാവും. ഇത് അത്യാവശ്യം വേസ്റ്റ് ആകത്തില്ല. ഒന്നാമത്തെ കാര്യം എല്ലാം മീനുകൾക്ക് തന്നെ കിട്ടും. ഇത് ഓവർ ഫീഡിങ് അല്ല. അതായത് 2 തരം തന്നെ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ ആർട്ടിമിയം ഫ്ലൈസും കൊടുക്കും. ഇതുള്ള അടിപൊളിയാണ്. ആ പ്ലാന്റിൻ്റെ ഇടയ്ക്ക് മൊത്തം ഇതാണ്. ഇത് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളും സോട്ടയിൽ കുറവാണ്, കൂടുതലും പ്ലാറ്റിയാണ്. പ്ലാറ്റി വലുതായ കുഞ്ഞുങ്ങളെയൊക്കെ ചിലത് മാറ്റി വേറെ ടാങ്കിലും ഇട്ടിട്ടുണ്ട്. എന്താണ് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. എന്നാലും മെയിലാണ് കൂടുതലും വലുതായി വരുന്ന പ്ലാറ്റികൾ മൊത്തം. ഫീമെയിൽ 1 2 എണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ബ്രീഡായി കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ അളവ് കുറവാണ്. അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞു പോയത്. അതുകൊണ്ട് 1 2 എണ്ണമൊക്കെ ഉള്ളൂ ഇപ്പോൾ. അതുകൊണ്ട് ഏഞ്ചലൊക്കെ താണ്ട് നോക്കി നിൽക്കുകയാണ് പ്ലാറ്റി കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി. സോട്ടലിന് എന്ത് ചെയ്താൽ കുഞ്ഞുങ്ങളെ പിടിക്കാൻ പറ്റത്തില്ല, അത്രയും സ്പീഡാണ്. അത് കാരണം ഏഞ്ചലിന് ഒട്ടും പറ്റത്തില്ല. മോളിയുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇച്ചിരി കൂടെ ഫാസ്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏഞ്ചലിന്. എന്തുകൊണ്ടാണ് ഏഞ്ചൽ വലുതായി കഴിയുമ്പോൾ കൊടുക്കാനാണ്. ഏഞ്ചലിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ കോയി ഏഞ്ചലിന് 200 രൂപയും പെയറിന്, പിന്നെ പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചലിന് 100 രൂപ പെയറിന്. എന്തുകൊണ്ട് ഈ റേറ്റിനാണ് കൊടുക്കുന്നത്. ഇപ്പോഴല്ല, അത് വലുതായി കഴിയുമ്പോൾ ഞാൻ പറയാം. എന്തുകൊണ്ട് പിന്നെ കോയി ഗപ്പിയുണ്ട് നേരത്തെ, അത് മെയിൽ മാത്രമേ ഉള്ളൂ, ഫീമെയിൽ ഇല്ല. അതിന് ഒറ്റ ഒരെണ്ണം 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എന്താണ് വേറെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ ഇനിയും പറയാൻ പറ്റത്തുള്ളൂ കൊടുക്കുന്ന മീനുകളുടെ എല്ലാം. ഇപ്പം നിലവിൽ ഇതൊക്കെ ഉള്ളൂ. എന്താണ് കുറച്ചുകൂടെ സൈസ് ആകാനുണ്ട് സോട്ടയിലൊക്കെ. പിന്നെ ബ്ലാക്ക് മോളിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. പാണ്ടാമോളി പൂർണ്ണമായിട്ട് ഞാൻ വളർത്തി നിർത്തി തൽക്കാലത്തേന്. ഈ മോളിയെ ഞാൻ ചിലപ്പോൾ നിർത്തും. എന്നിട്ട് എന്തെങ്കിലും വെറൈറ്റി മോളി ഉണ്ടെങ്കിൽ അതിനെ ചെയ്യാനുള്ള പ്ലാനാണ്. ഇതാണ് ഈ മടുത്ത്. അപ്പോൾ വേറെ എന്തെങ്കിലും വെറൈറ്റി നല്ല എന്തെങ്കിലും സാധനങ്ങൾ വളർത്താനുള്ള പ്ലാനാണ്. മോളി അപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് കുഞ്ഞുങ്ങളങ്ങാണ്ട് വന്നതാണ്. എന്താണ് അതേ ഉള്ളൂ. ഇപ്പം ഈ ടാങ്കിലിട്ടേക്കും ചില്ലി മൊസൈക്ക് ബിഗ് ഇയറാണ്. ഇതിന് തീറ്റ കൊടുക്കാനാണ്. ഇത് മിക്കവാറും പൊങ്ങി വരത്തില്ല. അത് വെച്ചാൽ അതിന് ഇച്ചിരി പേടി കൂടുതലാണ്. എന്താണെന്ന് അറിയത്തില്ല, കുളം ചേഞ്ച് ആയതിൻ്റെയൊക്കെ ആയിരിക്കും. എന്താണ് തീറ്റ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ല. എന്താണ് മെയിലും അത്യാവശ്യം സൈസ് ഉണ്ട്, ഫീമെയിലിന് സൈസ് കുറവാണ്, തീരെ ചെറുതായിപ്പോയി. അയ്യോ അതേ ഉള്ളായിരുന്നു ആകപ്പാടെ. അപ്പോൾ അതിനെ വാങ്ങിച്ച് തൽക്കാലത്തിന്. ഇതാണ് പർപ്പിൾ ബെറി ഡ്രാഗൺ ബിഗ് ഇയർ. അടിപൊളി ലുക്കാണ്. അയ്യോ നീല കളറൊക്കെ ആയി വരുന്നുണ്ട്. ഇത് വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് 200 രൂപയ്ക്കാണ്. ഇതാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ബ്രീഡായി വരണം. ഇനി ഫീമെയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രീഡിംഗ് പെയറിനാണ് ചൂസ് ചെയ്തേക്കുന്നത്. നല്ല സൈസുള്ള സാധനം ആണ്. മെയിലിന് നാണ്ട് ഒരു നീല കളർ ഹെഡിന് വരുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ളതിന് അങ്ങനെ ഹെഡിന് നീല കളർ വരും. ഇതാണ് നല്ല രസമാണ്. ഇത് വളർത്തിയിട്ടുള്ളവർക്കെല്ലാം അറിയാം അത് എത്രമാത്രം ലുക്കാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ടാണ് വളർത്തുന്നത്. ചുമ്മാ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ബിഗ് ഇയർ പല വെറൈറ്റി ഇനി വളർത്താനുള്ള പ്ലാനാണ്. എന്താണ് പല റേറ്റിനുള്ളതാണ്. 500-നുള്ളതുണ്ട്, 300-നുള്ളതുണ്ട്, 150-നുള്ളതുണ്ട്, 100 രൂപയ്ക്കുള്ളതുണ്ട്. കുറഞ്ഞ പ്രൈസിലുള്ള വേറെ ഗപ്പികളുണ്ട്. 10-ൻ്റെ ഉണ്ട്, സാരിവാലൻ ഗപ്പിയൊക്കെ ഉണ്ട്, സാധാ ഗപ്പി. പിന്നെ 50-ൻ്റെ ഗപ്പിയുണ്ട്. വെച്ചാൽ ഹൈബ്രിഡിൻ്റെ മിക്സ് വരുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡിൻ്റെ കൾച്ചർ ചെയ്തെടുത്ത് പല ടൈപ്പ് വെറൈറ്റികളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് കൾച്ചർ ചെയ്തെടുത്ത്. പിന്നെ അല്ലാത്ത സാധാ ഗപ്പിയുണ്ട്. ഇതിപ്പോൾ തൽക്കാലം കുളം വേറെ ഇല്ല ഇടാൻ, അപ്പോൾ എല്ലാത്തിനും കൂടെ ഒരുമിച്ചിട്ടേക്കുമാണ്. എന്താണ് ഈ ടാങ്കിനകത്ത് നല്ല വെറൈറ്റി മീനുകളുണ്ട്. മിക്സഡ് ഗപ്പി ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ ടാങ്ക് ഇഷ്ടപ്പെടും. ഇതാണ് ആദ്യമായിട്ട് ഞാൻ മീനെ വളർത്തി തുടങ്ങിയ ടാങ്ക്. എന്താണ് ഇതിനകത്താണ് എല്ലാത്തിനും ഇട്ടേക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ. സാധാ ഗപ്പിയുണ്ട്, ഹൈബ്രിഡിൻ്റെ മിക്സ് ഉണ്ട്, പിന്നെ കൾച്ചർ ചെയ്തെടുത്ത് സെപ്പറേറ്റ് മാറ്റിയിട്ട് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കിയ വെറൈറ്റികളൊക്കെ ഉണ്ട്. അതാണ് അടിപൊളിയാണ്. നിറച്ചുണ്ട് ഇതിനകത്ത്. ഈ ടാങ്കിൽ കിടക്കുന്നതിന് എല്ലാം നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളതാണ്. മഴ വന്നാലും വെയിൽ വന്നാലും കുഴപ്പമില്ല. ഇതാണ് ധൈര്യമായിട്ട് എല്ലാവർക്കും വളർത്താൻ പറ്റിയത്. ഇതിനിപ്പോൾ ആൾക്കാർ ആവശ്യപ്പെട്ട് ചോദിച്ച് വരുന്നുണ്ട്, ഇപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അടുത്തതായി ഞാൻ വാങ്ങിക്കേണ്ട വെറൈറ്റി ഗപ്പി ഏതാണെന്ന് നിങ്ങളൊന്ന് മാക്സിമം കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം.